മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 74 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിൾ പോർഷൻ പറയുന്നു 1 രാജാക്കന്മാർ 2 മുതൽ 5 വരെ. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. നമുക്ക് ഇന്നലെ നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ ഉത്തരം അയച്ചിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഒരു മൃഗത്തെ പാർപ്പിക്കുന്ന പാർപ്പിടത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പേരെന്ത്, മൃഗം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം കുതിരലായം എന്നുള്ളതാണ്. 1 രാജാക്കന്മാർ 4-ന്റെ 26-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ മൃഗം കുതിരയാണ് കേട്ടോ. കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾ ഉത്തരം അയച്ചിട്ടുള്ളത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു സമുദ്രത്തിന് 2 പേരുകളുണ്ട്, ഏതെല്ലാം? ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഉത്തരം തിബെരിയാസ്, ഗലീല കടൽ. യോഹന്നാൻ 6-ന്റെ 1-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, ശലോമോൻ രാജാവിന്റെ ഒരു പുരോഹിതന്റെ പേരും കാര്യസ്ഥന്മാരുടെ പ്രധാനിയുടെ പേരും ഒരുപോലെയാണ്, ആരാണ് എന്നുള്ളതായിരുന്നു കേട്ടോ ചോദ്യം. ഉത്തരം അസര്യാവ്. 1 രാജാക്കന്മാർ 4-ന്റെ 2, 5 വാക്യങ്ങളിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഭക്ഷിച്ച് പാനം ചെയ്ത് ആനന്ദിച്ചത് ആരെല്ലാം എന്നുള്ളതായിരുന്നു. ഉത്തരം യഹൂദയും ഇസ്രായേലും. 1 രാജാക്കന്മാർ 4-ന്റെ 20-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പാഠഭാഗത്തിലെ ഒരു സ്ഥലപ്പേര് ബൈബിളിലെ ഒരു ന്യായാധിപന്റെ പേരോടുകൂടി ആരംഭിക്കുകയും ബൈബിളിലെ ഒരു പുരുഷന്റെ പേരോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു എങ്കിൽ സ്ഥലനാമം ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം ഏലോൻ ബേത് ഹാനാൻ എന്നുള്ളതാണ്. ന്യായാധിപൻ ഏലോൻ, പുരുഷൻ ഹാനാൻ. ഇതിൽ ന്യായാധിപൻ ഏലോൻ എന്നുള്ളത് ന്യായാധിപന്മാർ 12-ന്റെ 1-ൽ നമുക്ക് കാണാൻ പറ്റും. പുരുഷൻ ഹാനാൻ എന്നുള്ളത് 1 ദിനവൃത്താന്തം 8-ന്റെ 38-ൽ കാണാൻ പറ്റും. ഇതെല്ലാം സപ്പോർട്ടിംഗ് റെഫറൻസ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏലോൻ ബേത് ഹാനാൻ എന്നുള്ളത് 1 രാജാക്കന്മാർ 4-ന്റെ 9-ാമത്തെ വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു, 1 രാജാക്കന്മാർ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളും യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിന് വേണ്ടി കാത്തിരുന്നോളൂ. എല്ലാ പോർഷൻസും നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.